ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പാവയ്ക്കായും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. വരൂ ഗൈസ്. മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ചെറിയ സൈസാണ് കേട്ടോ. രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. ഇത് അത്ര വലിയ വലിപ്പമൊന്നും ഇല്ലാത്തതാണ്. ഒരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയണം. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ പാവയ്ക്കയുടെ ഇതിനകത്ത് കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അതുപോലെ നീളത്തിൽ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ ഇത്ര വണ്ണത്തോടെ, ഈ ഒരു മീഡിയം വണ്ണം, അധിക വണ്ണമില്ല, ഈ വണ്ണത്തിൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തു. പച്ചമുളകും മുറിച്ച് നമ്മളതുപോലെ കഷ്ണങ്ങളാക്കി വെച്ച് നമ്മുടെ പാവയ്ക്ക് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ കട്ടിയുള്ള എന്നാൽ തീരെ കട്ടിയില്ലാതെയുള്ള ആ രീതിയിലാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഴുക്ക് വരട്ടുന്നതിന് നീളത്തിലാണ് അരിയേണ്ടത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഒരു സാധനങ്ങൾ നമ്മൾ ഇടുന്നില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, പക്ഷേ എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടപ്പ് വെച്ചു, ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് തീ നല്ലോണം കൂട്ടി വെച്ചു. എണ്ണ ചൂടായതിനു ശേഷം തീന്ന് മീഡിയം വെച്ചു. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒത്തിരി കടുകൊന്നും വേണ്ട, ഒത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയ ശേഷം തീ നല്ലോണം കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് ആദ്യം നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്ത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്. ഉപ്പൊന്നും ഇടരുത്. ഉപ്പ് കുറച്ച് കഴിഞ്ഞേ ഇടാൻ പാടുള്ളൂ. രണ്ടും കൂടി ഒരു വേവാവുന്നവരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മളിത് തുറന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഏകദേശം വേവ് ആയിട്ടുണ്ട്. നല്ലതാണ്. നമ്മുടെ കയ്പ്പക്കയുടെ പച്ച നിറം മാറിയിട്ടൊരു വെള്ള നിറമായിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്ക് ഏതാണോ ഉരുളക്കിഴങ്ങ് ഏതാണോ മനസ്സിലാവുന്നില്ല. ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടി ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആദ്യം ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാൻ പാടായിരിക്കും.
അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മൾ ഗരം മസാല പൊടിച്ചതുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാൻ അളക്കുന്നൊന്നുമില്ല. ഒരു സ്പൂണ്, വലിയൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ചിലവർക്ക് മസാല അധികം ഇഷ്ടമുള്ളവർക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഇതിന് ഓവറാവരുത്, അപ്പോൾ ഒരു വല്ലാത്ത മണമായിരിക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കുറച്ച് വെക്കണം ഈ സമയത്ത്, ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. എല്ലാ മസാലകളെല്ലാം കൂട്ടി നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതങ്ങനെ കലങ്ങി ചതഞ്ഞ് പോട്ടൊന്നുമില്ല. നമ്മളധികം വണ്ണം കുറച്ചിട്ടല്ല അരിഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ലോണം വണ്ണം കുറച്ച് അരിഞ്ഞതാണെങ്കിൽ പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ഇളക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി ചതഞ്ഞ് പോകും. ഇതിപ്പോൾ പറക്കി തിന്നാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. നമ്മൾ കൈ കൊണ്ട് പറക്കി തിന്നാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണുള്ളത്. ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. നമുക്കൊന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമുക്ക് അടപ്പെടുത്ത് നോക്കാം ഗൈസ്, എന്താണ് സംഭവിച്ചത് നോക്കാം. നല്ല ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ തീ കുറച്ചാണ് വെച്ചത്. പൊടിയിട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ തീ ഇതൊക്കെ ഉണ്ടോ, എണ്ണ അധികമൊന്നുമില്ല, അളവ് കണക്കായ എണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി ആയിട്ടുണ്ട്. ഇത് മണം മൂക്കിലേക്ക് അടിച്ച് കയറുന്നു. മുളക് പൊടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പാവയ്ക്ക ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി, നല്ല കളറിൽ നല്ല മണവും. നമ്മൾ ഗരം മസാലപ്പൊടി എന്തായാലും ചേർക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര ചെറിയൊരു പണിയാണിത്. നമുക്കത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നല്ല കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വലിയ ഒന്നും പണിയില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ, സീ യു. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ നല്ല അടിപൊളി ഇതാ കണ്ടോ, അടിപൊളി നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങും പാവയ്ക്ക അഥവാ കയ്പയ്ക്കയും കൊണ്ടുള്ള മെഴുക്കുവരട്ടിയാണ്. അടിപൊളി ഇതുണ്ടാകുക, അടിപൊളി നല്ല കളറിൽ നല്ല ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടക്കാം കൂട്ടുകാരെ.